കുമരംപുത്തൂർ നെച്ചുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ കുറവ് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മെഡിക്കൽ ഓഫീസറെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. കേരളത്തിലെ നിലവിലെ ആരോഗ്യരംഗത്തെയും പനിബാധിത സാഹചര്യത്തെയും നേതാക്കൾ വിമർശിച്ചു. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ അവർ പനിച്ചു പറിച്ച് കിടക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലാതെ രാഷ്ട്രീയമായിട്ടൊന്നും ആവില്ല. അപ്പോൾ UDF ഭരിക്കുന്നതുകൊണ്ട് സമരത്തിന് വരാനുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല. ചിലപ്പോൾ പനിയും ജലദോഷവും വയറിളക്കമൊക്കെ ആയിട്ട് കിടപ്പിലാകുന്നത് കൊണ്ടായിരിക്കാം അവർ സമരത്തിന് വരാത്തത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ എല്ലാ കാലത്തും ആര് ഭരിക്കുന്നു എന്ത് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല. LDF സർക്കാരാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. എന്നാൽ നിലവിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ജനങ്ങളെ വല്ലാതെ പ്രയാസത്തിലാക്കുന്നുണ്ടെന്നും ഉടൻ തന്നെ കൂടുതൽ ഡോക്ടർമാരെ ഇവിടെ നിയോഗിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. നമ്മുടെ ഒരു സാഹചര്യം വളരെ പ്രയാസപ്പെട്ടു, ഒരു പാനിക് സിറ്റുവേഷനാണ്. ഞാൻ പറയാതെ തന്നെ സാറിന് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു നിയോജനാധികാരം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ആ നിയമനം നടത്തി ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു അറുതി വരുത്തണം. നാട്ടുകാർക്കും പേഷ്യൻസിനൊക്കെ ഉള്ള പ്രയാസത്തേക്കാൾ ഉപരി മെഡിക്കൽ ഓഫീസർ എന്നുള്ളതിലേക്ക് എനിക്ക് വിഷയം ഭയങ്കര പ്രയാസമാണ്. ഇവിടെയുള്ള ജനങ്ങൾ കുമരംപുത്തൂരിലെയും പുറത്തുള്ള ആളുകളൊക്കെ സമീപിക്കുന്നത് ഈ ആശുപത്രിയാണ്. ഇവിടെ 300-350 OP ആണ് ദൈനംദിനം വരുന്നത്. രാവിലെ വന്ന ആൾക്ക് 8 മണിക്ക് വന്ന ആള് 1 മണിക്കൊക്കെയാണ് പോകുന്നത്. ആ ഒരു പ്രയാസം ഞങ്ങളോട് ഇവിടുത്തെ ജനങ്ങൾ സൂചിപ്പിച്ചു. ആ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഓഫീസറെ കാണാനും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാനും തയ്യാറായത്. കേരളത്തിലെ നിലവിലെ ആരോഗ്യരംഗത്തെയും പനിബാധിത സാഹചര്യത്തെയും ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം വിമർശിച്ചു. ഭീകരാക്രമണങ്ങളിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ പനി ബാധിച്ച് മരിക്കുന്നതെന്ന് ശ്രീരാജ് കുറ്റപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടക്ക് ഭീകരാക്രമണങ്ങളിൽ മരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ കേരളത്തിൽ മരിച്ചു. മുമ്പ് ഇവിടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു അബദ്ധം സംഭവിക്കുമ്പോൾ കേരളത്തിലാകെ വലിയ പ്രക്ഷോഭവും സമരവും നടത്തിയിരുന്ന ആളുകളൊക്കെ ഇപ്പൊ കാണാനില്ല. ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൽ പലരും പനിച്ചു പറിച്ച് കിടക്കുകയാണ്. അപ്പോൾ സമരത്തിന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മുമ്പ് ആരോഗ്യ കേന്ദ്രം വെന്റിലേറ്ററിലാണ് എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ച ആളുകൾ പുതിയ ഭരണം വന്നതോടുകൂടി നല്ല ആരോഗ്യമുണ്ടായിരുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന അവരുടെ ആരോപണത്തിനും അപ്പുറത്ത് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഏതാണ്ട് കഴിഞ്ഞ ദിവസം വരെയുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് 46 ആൾ മരിച്ചു, 46 ആൾ മരിച്ചു. ഞങ്ങൾ പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ആരോഗ്യരംഗം വലിയ താറുമാറായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ നെച്ചുള്ളിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന ഈ ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത് ഇടതുപക്ഷ സർക്കാരാണ്. വൈകുന്നേരം വരെ ഡോക്ടർമാരുടെ സേവനം കിട്ടണം. ഇവിടെ മരുന്ന്, ലബോറട്ടറി സൗകര്യം ഉൾപ്പെടെ എല്ലാം കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റാണ്. 4 ഡോക്ടർമാരെയാണ് ഇവിടെ PSC നിയമിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന മുൻ ആരോപണങ്ങൾക്കും അപ്പുറം നിലവിൽ അത് മോർച്ചറിയിലായ അവസ്ഥയാണുള്ളത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ സമരം ചെയ്യേണ്ട യൂത്ത് ലീഗുകാരാകട്ടെ പനിച്ചു വിറച്ചും വയറിളക്കം ബാധിച്ചും കിടപ്പിലാണെന്നും അദ്ദേഹം പരിഹസിച്ചു. CCN മണ്ണാർക്കാട്.